Hello everyone, welcome to Superstar Junior. Powered by Nirapara, co-presented by Nandaram Sanitaries. Superstar Junior. Superstar Junior. So let's welcome our judges, Vijay Chetta, Sujata Chechi, Stephen Chetta, And നമ്മുടെ Star Orchestra Puligal. Puligal. രജത്, എനിക്കിന്ന് അത്രയും ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ബിക്കോസ് നമ്മുടെ ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി നമ്മൾ ഈ ഫാമിലി ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഇടയിൽ നമ്മൾ എലിമിനേഷൻ വാക്ക് ഉപയോഗിക്കാറില്ല, നമ്മൾ സ്റ്റെപ്പ് അപ്പ് എന്നാണ് പറയുന്നത്. ഒരു സ്വീറ്റ് ഫെയർവെൽ ഫോർ ദം. അതെ, അപ്പോൾ എന്നാലും ആ ഒരു ഇത് വരുമ്പോൾ നമുക്കൊരു ഒരു ഇതാണ്, നമുക്കൊരു വിഷമമാണ്. അപ്പം നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു 10 ഇരട്ടിയാണ് ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. സോ എന്തായാലും നമുക്ക് ചോദിക്കാം, ഇന്നത്തെ ഒരു ദ സോ കോൾഡ് സ്റ്റെപ്പ് അപ്പ് ഓർ എലിമിനേഷൻ എന്ന് പറയുന്ന റൗണ്ടിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്? സുജാത ചേച്ചി. ആക്ച്വലി നമ്മുടെ ഈ റൗണ്ട്സ് വയലിൻ റൗണ്ട് വളരെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് റൗണ്ട്സ് ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള റൗണ്ടിലും എല്ലാ കുട്ടികളും ഇത്തവണ നല്ലോണം പെർഫോം ചെയ്തു. വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങളുകൊണ്ടാണ് ചിലർക്ക് മാർക്ക് കുറഞ്ഞു പോയത്. അങ്ങനെ നോക്കുമ്പോൾ 4 പേർക്ക് കുറച്ച് മാർക്ക് കുറവാണ്. അപ്പോൾ അവർ നമ്മുടെ സ്റ്റെപ്പ് പ്രോസസ്സിൽ ഇന്ന് വരും. സോ 4 പേരായിരിക്കും ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. അതെ, ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. അത് ആരൊക്കെ ആയിരിക്കും ചേച്ചി? അത് പറയാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആൻഡ് പിന്നെ ഇത്രയും എല്ലാവരും നല്ലോണം പാടി എന്ന് പറയാൻ കാരണം അതിൻ്റെ ഒരു റിസൾട്ട് കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ 2 ടോപ്പ് സിംഗേഴ്സ് ഉണ്ട്. അപ്പോ അതാരാണ് ചേച്ചി? അത് പറയാലോ, അതാരാണ്? അതെ, അത് റിവീൽ ചെയ്യണോ? അതും റിവീൽ ചെയ്യുന്നില്ല, വേണ്ട, അതുമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഈ ഒരു സ്റ്റെപ്പ് അപ്പിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ ഈ പ്രാവശ്യം ഐ തിങ്ക് സുജാ ചേച്ചി പറഞ്ഞ പോലെ ദ പെർഫോമൻസ്, ഓരോ ആൾക്കാരും അവരുടെ പെർഫോമൻസും അവരുടെ ഈ ഒരു റൗണ്ടിൽ എസ്പെഷ്യലി വാസ് സോ ഗുഡ്. നമുക്കത് ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ കുറച്ചുകൂടെയും ഇവർ രണ്ടുപേരെക്കാട്ടിൽ കുറച്ചൊരു ഒരു മാർക്കൊക്കെ കുറച്ച് ഇടുന്ന ആളാണ്. എന്നിട്ടും എനിക്കും 8.5 താഴെ ഇടാൻ മനസ്സ് വന്നില്ല. എന്ന് വെച്ചാൽ അത്രയും നന്നായിട്ട് ഇവർ പാടി. അവസരം തരുന്നില്ല. അതെ, ഇവർ അവസരം തന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഓഫ് കോഴ്സ് എന്നാലും ദേ വിൽ ബി ദ ബോട്ടം 3 ഓർ ദ ബോട്ടം 4 എന്നുള്ളത്. സോ അങ്ങനെ നോക്കാൻ പറ്റുള്ളൂ, റാദർ ദാൻ സെയിങ് ദാറ്റ് ദേ നോട്ട് ഗുഡ് എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ആ സ്കോറിൽ, അത്രയും സ്കോറിൽ ബോട്ടം 4 ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളൂ. സോ ഐ ജസ്റ്റ് വോണ്ട് ടു വിഷ് ദം, തീർച്ചയായിട്ടും ദേ ഡോണ്ട് നീഡ് ടു ഫീൽ എനി കൈൻഡ് ഓഫ് എന്താ പറയുക, ഹൗ ഡു സേ ഇറ്റ്, ഓഫ് കോഴ്സ് ആ ഒരു വിഷമം ഉണ്ടാവും, തീർച്ചയായിട്ടും ആ വിഷമം ഉണ്ടാവും. എന്നാലും അങ്ങനെ ഒരു വിഷമമേ വേണ്ട ആക്ച്വലി പറഞ്ഞു. എന്ന് വെച്ചാൽ ഇതൊരു പഠിക്കാനുള്ളൊരു ഒരു സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്ന നമ്മൾ വാക്ക് യൂസ് ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ ഒരു സ്റ്റെപ്പ് അപ്പ് സ്റ്റോൺ ആണത്, ഫോർ ദം ടു ലേൺ മോർ തിങ്സ് ഫോർ ദ ഫ്യൂച്ചർ. സോ അങ്ങനെ ഒരു ഘട്ടമായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് അപ്പ് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ. ഈ ഡേഞ്ചർ സോണിൽ വന്ന് നിൽക്കുന്ന 4 പേർക്കാണ് പ്രത്യേകിച്ച് പറഞ്ഞത്, പക്ഷെ എന്നാലും ബാക്കി എല്ലാവർക്കും പറഞ്ഞാണ്. സോ അപ്പോൾ അതിൽ ചോദിക്കാം, സുജാത ചേച്ചി റിവീൽ ചെയ്യില്ല പറഞ്ഞു, നമുക്ക് വിജയ് ചേട്ടൻ സൂപ്പിട്ടോക്കാം. വിജയ് ചേട്ടാ, ആ 4 പേര് ആരൊക്കെയാണ്? ഞാൻ ഡേഞ്ചർ സോണിൽ വന്ന 4 പേരെന്നേ പറഞ്ഞുള്ളൂ, ഞാൻ ആരെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതാ ഞങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ. ഇല്ല, പറയില്ല. ഇല്ല. ഓക്കെ, നമുക്ക് ഇനി സ്റ്റീഫൻ ചേട്ടൻ മാത്രമാണ് നമുക്കൊരു ഓപ്ഷൻ ഉള്ളത്. ഞാൻ പറയാം. ഓക്കെ. സോ നമ്മുടെ സസ്പെൻസിന് ഒരു എൻഡ് ഇട്ടുകൊണ്ട് സ്റ്റീഫൻ ചേട്ടൻ പറയുന്നു ആ 4 പേര് ആരാണെന്നുള്ളത്. സൂയിക്കണ്ട, ഇല്ല, പറയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ 2 തട്ടില് ഒരിക്കലും ആരുമില്ല. തീർച്ചയായും. കാരണം അവർ പാടിയതിൻ്റെ റിസൾട്ടിൽ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു യാത്രയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ യാത്രയിൽ നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ, നമുക്ക് വേറെ നിവൃത്തിയില്ല. ഞങ്ങളാരും ഇതിനൊന്നും താല്പര്യമില്ല. വി വോണ്ട് ടു എൻജോയ് ദ ഷോ ആൻഡ് വി ആർ എൻജോയിങ് ദ ഷോ. അപ്പോൾ അത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഷോ ഹാവ് ടു ഗോ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞവരെ മാത്രം നമ്മൾ ഒരു പ്രാവശ്യം കൂടെ, അത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും.
മാർക്ക് കിട്ടിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പാട്ടുകൾ തുടർച്ചയായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇപ്പോഴത്തെ അവരുടെ സ്റ്റാറ്റസ് എന്നുള്ളത്. പക്ഷെ അതിലൊരിക്കലും ഒരു ഇതുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ എല്ലാവരും ഉണ്ട് ഇവിടെ. ഈ ഷോ അങ്ങനെ തന്നെ പോവുള്ളൂ. ഈ ഷോ അവസാനിക്കും വരെ നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഇരിക്കുന്നിടത്ത് മേളിലിരിക്കും, അവർ താഴെ ഇരിക്കും, അല്ലെങ്കിൽ അവിടെ മാറി നിൽക്കും, അത്ര തന്നെയുള്ളൂ എല്ലാവരും. പക്ഷേ വി ആർ ഓൾ സെയിം. ഈ ഷോ അങ്ങനെ തന്നെ, സൂപ്പർ സ്റ്റാർ ജൂനിയർ എന്ന് പറഞ്ഞ ഷോ അങ്ങനെ അതിനു വേണ്ടി മാത്രമാണ്. വി ആർ സെലിബ്രേറ്റിംഗ് എവറിത്തിങ്. ആ ഒരു മത്സരത്തിൻ്റെ സമയത്ത് മാത്രം അല്ലാത്തവർ മാറി നിൽക്കുന്നുള്ളൂ, അല്ലാതെ എല്ലാവരും ഒരുമിച്ചാണ് ഈ യാത്ര ചെയ്യുന്നത്. പിന്നെ മൊത്തത്തിൽ ഒരു സസ്പെൻസ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ഷോ തുടങ്ങുന്നത്. യെസ്. ടോപ്പ് സ്കോറർ ആരാണെന്ന് നമ്മൾക്ക് അറിഞ്ഞിട്ടില്ല. 2 പേരുണ്ട് എന്നുള്ള ക്ലൂ ചേച്ചി തന്നു. എന്താ പറയുക, ഇവിടെ കണ്ടസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ 4 ലോവസ്റ്റ് സ്കോർ കിട്ടിയ കുട്ടികൾ എന്നുള്ള രീതിയിൽ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നവർ 4 പേരുണ്ട്. അതും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ശരി, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എന്നാ പിന്നെ നമ്മുടെ ഈ ഷോ തുടങ്ങാൻ വേണ്ടി ഒരു പെർഫോമൻസ് ആയിട്ട് ഷോ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. Okay. ആരാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? നമ്മളുടെ ഫെയർവെൽ ടീം ഉണ്ടല്ലോ. നമ്മുടെ ഫെയർവെൽ ടീം എവിടെ? Yes. യെസ്. നമ്മുടെ ഷോയിൽ നിന്നും വിട്ടുപോയാലും നമ്മൾ തിരിച്ചെപ്പോഴും നമ്മുടെ ഭാഗമായിരിക്കും, നമ്മുടെ ഫാമിലിയുടെ കൂടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ അതെ. നമ്മുടെ ഫെയർവെൽ Farewell ടീം. team. അപ്പൊ അവരുടെ ഭാഗം ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. എന്റെ സ്നേഹിതയാണു നീ. കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ. കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ. ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ. So that was a wonderful performance from Amazing. Yes, from our farewell team. നമ്മുടെ ഫെയർവെൽ ടീം. വീണ്ടും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തകർക്കാണെന്നുള്ള തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. താങ്ക് യു സോ മച്ച് ഫോർ Thank കമ്മിങ് you. ഹിയർ ആൻഡ് സപ്പോർട്ടിങ് അസ്. അപ്പോൾ നമ്മുടെ ഈ റൗണ്ട് ഒറിജിനലി നമുക്ക് തുടങ്ങാൻ സമയമായി. നമ്മുടെ പെർഫോമൻസ് ഒക്കെ മാറ്റിവെക്കാം. Yes. വിൽ ഗെറ്റ് ടു ദ സീരിയസ്നെസ് ഓഫ് ദിസ് ഷോ. Sure. സോ സുജാത ചേച്ചി, നമ്മുടെ നേരത്തെ പറഞ്ഞ സസ്പെൻസ് എലമെന്റ്സ് ബ്രേക്ക് Reveal ചെയ്യാം. ചെയ്യാൻ ആദ്യം സമയം. ഇത് പറയണം, ടോപ്പ് സ്കോറേഴ്സ് പറയട്ടെ. പ്ലീസ്. യെസ്. ഇത്തവണത്തെ 2 ടോപ്പ് സ്കോറേഴ്സ് 79 മാർക്സോട് കൂടി 2 പേർ യെസ്. ഋതിക ആൻഡ് ശ്രീലക്ഷ്മി. Ritika and Sri Lakshmi with 79 points.
Congratulations. So that was Sri Lakshmi and Ritika with 79 marks. ഋതിക, ശ്രീലക്ഷ്മി ഓടി വരൂ. ടോപ്പ് സ്കോറർ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് എങ്ങനെയാ? ഓടി വരൂ. ഹലോ, കൺഗ്രാറ്റുലേഷൻസ്. Yes, congrats to both of you. പിടിക്കൂ. അപ്പൊ എന്താണ് പറയാനുള്ളത്? സന്തോഷം എന്ന് മാത്രം പറയരുത്. അതെ, അത് അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ. ഇപ്രാവശ്യം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ നന്നായി പാടാൻ പറ്റി. ഓക്കെ. പിന്നെ പല ടൈപ്പിലുള്ള പാട്ടുകൾ പാടാൻ പറ്റി. പിന്നെ വയലിൻ ഒപ്പം പാടാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് നല്ല സ്കോർ കിട്ടിയത്. ഋതിക കുട്ടി, എനിക്കും പല ടൈപ്പ് പാട്ട് പാടാൻ പറ്റി. പിന്നെ കുറേ വയലിൻ ചേട്ടന്മാരോട് പാടാൻ പറ്റി. എല്ലാം സന്തോഷമുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും എന്താ പറയുക, ഇതേപോലത്തെ നല്ല സ്കോർസ് ഇനിയും തുടർന്നും ഉണ്ടാവട്ടെ എന്ന് നമ്മളും എന്താ പറയുക ആശംസിക്കുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ഗിഫ്റ്റ് വേണ്ടേ? അത് വേണം അവർക്ക് എന്തായാലും വേണം. അപ്പൊ അതിന് നമുക്ക് സുജാത ചേച്ചിനെ ഇൻവൈറ്റ് ചെയ്യാം. യെസ്, സോ ചേച്ചി, വി ആർ ഇൻവൈറ്റിംഗ് യു ഓൺ സ്റ്റേജ്. Thank you, Sujata ji. Thank you, ചേച്ചി. Thank you. To both of you. അപ്പോൾ നമ്മുടെ ടോപ്പ് സ്കോറേഴ്സ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അതെ, ഇനി നമുക്ക് അറിയാനുള്ള 4 ആൾക്കാരുടെ പേരാണ്. അതെ ചേച്ചി, അപ്പോൾ വിത്തൗട്ട് സസ്പെൻസ് വേഗം പറയൂ, ആരൊക്കെയാണ് ഇന്നിവിടെ മത്സരിക്കാൻ പോകുന്നത്? ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്രിസ്റ്റി, സൂര്യകിരൺ, ശിവാനി മോള്, ആൻ മോള്. അപ്പൊ 4 കണ്ടസ്റ്റന്റ്സിനെ വിളിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റ്സിന്റെ എല്ലാവരുടെയും ടോട്ടൽ സ്കോർ കാണാം. ഓക്കെ. സോ ഇന്നത്തെ സ്റ്റെപ്പ് അപ്പ് എപ്പിസോഡിലെ 4 കണ്ടസ്റ്റന്റ്സ് ആണ് നമ്മുടെ ഇവര്. ശരി മോനെ, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ സർഗം എന്ന ഫിലിമിലെ സംഗീതമേമാരെ സല്ലാപം. വെരി ക്ലാസിക്കൽ സോങ് ആണ് മോൻ പാടാൻ പോകുന്നത്. വെരി ടഫ് സോങ് ടു. സോ യെസ് മോളെ. ഞാൻ 1 മുതൽ 0 വരെ എന്ന ഫിലിമിലെ രാരി രാരീരം. വെരി മെലോഡിയസ് സോങ്. നൈസ്. ഓക്കെ, അപ്പോൾ അതിനും ഓൾ ദി ബെസ്റ്റ്. ആൻകുട്ടി? ഞാൻ ഗുഡി എന്ന ഫിലിമിലെ ഗോൾഡ് പപ്പി. ഓക്കെ, സോ ഹിന്ദിയാണ് അവിടെ പാടാൻ പോകുന്നത്. സൂര്യകിരൺ? ഞാൻ ചെങ്കോൽ എന്ന ഫിലിമിലെ മധുരം ജീവാമൃത ബിന്ദു. എന്തായാലും എന്താ പറയാ, വെരി ടഫ് സോങ്സുമായിട്ടാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര പാട്ടുകളാണ് ഒന്നിനൊന്നും അല്ലേ. സോ ഓൾ ദ ബെസ്റ്റ് 4 പേർക്കും. താങ്ക് യു സർ. ഓക്കെ, 4 പേരും നല്ലോണം പാടും, എനിക്കറിയാം. മേ ദ ബെസ്റ്റ് വിൻ. ഞങ്ങൾക്ക് നല്ലൊരു ടെൻഷൻ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രഷർ കിട്ടാൻ പോകുന്നൊരു ഭാഗമാണ് ഇപ്പോൾ അടുത്ത ഭാഗം നടക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ. ഓക്കെ, സോ ജഡ്ജസ് പറഞ്ഞ പോലെ തന്നെ ലെറ്റ് ദം പെർഫോം देयर ബെസ്റ്റ്. അതെ, ഒരു കാര്യം കൂടി ചേച്ചി, അപ്പോൾ ഇവർ 4 പേരും പാടുന്നു, അപ്പോൾ നമ്മൾ വിൽ യു ബി കമന്റിങ് ഓൺ ഈച്ച് ദ സോങ് ഓർ ലാസ്റ്റ്? ഐ തിങ്ക് നമ്മൾ 4 പേരും കൂടെയും പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ടുഗദർ വി വിൽ മാർക്സ് ടുഗദർ ഒരുമിച്ച്. ഐ തിങ്ക് വി വോണ്ട് ബി അനലൈസിങ് ഓർ എനിത്തിങ്. ഐ തിങ്ക് നേരെ മാർക്സിലേക്കാണ്. ഓക്കെ, സോ 4 പേരും എന്താ പറയാ, ഏത് ഓർഡറിൽ പാടണമെന്ന് നമുക്കൊന്ന് തീരുമാനിക്കാം അല്ലേ? ഒരു ചെറിയൊരു ലോട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, വായിച്ചോളൂ. ഓക്കെ, തേർഡ്, തേർഡ്, 2, 2, ഫസ്റ്റ്, ഓക്കെ, ഫോർത്ത്. ഓക്കെ. സോ അതാണ് ഓർഡർ. അപ്പൊ നമ്മുടെ ശിവാനി കുട്ടിയാണ് ഇന്നത്തെ ആദ്യം പാടാൻ പോകുന്നത്. പിന്നെ ആൻകുട്ടി പാടും. പിന്നെ സൂര്യകിരൺ ആൻഡ് ക്രിസ്റ്റി. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. പൊന്നും
സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ മിന്നൽ വെൺതാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തു വെൺതാരങ്ങൾ പൂത്തു മന്ദാരങ്ങൾ പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കല മാനേ നീയറിയാതെ നിന്നെ കാണാൻ മാലാഖയായി മാറി വന്നു നീയുറങ്ങുമ്പോൾ നിൻ കൈമുത്ത് മാണിക്യ ചെമ്പഴുക്ക തന്നു സ്നേഹത്തിൻ മുന്തിരിത്തിൻ കിണ്ണം കാണിക്കയായി വച്ചതാരോ സ്നേഹത്തിൻ മുന്തിരിത്തിൻ കിണ്ണം കാണിക്കയായി വച്ചതാരോ ഈ മണ്ണിലും ആ വിണ്ണിലും എന്നോമൽ കുഞ്ഞിനാരെ കൂട്ടായി വന്നു പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുന്നിക്കല മാനേ പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുന്നിക്കല മാനേ ഭൂമിഴികൾ പൂട്ടി മെല്ലെ നീ ഉറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ മിന്നൽ വെൺതാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തു വെൺതാരങ്ങൾ പൂത്തു മന്ദാരങ്ങൾ രാരി രാരിരം രാരോ രാരി രാരിരം രാരോ രാരി രാരിരം രാരോ രാരി രാരിരം രാരോ ശിവാനിക്കുട്ടി യെസ് ഓ എന്തായിരുന്നു ആ പാട്ട് ഭയങ്കര ഫീൽ അതെ ആയിട്ടായിരുന്നു. നല്ല ഫീലും നമ്മളിങ്ങനെ നല്ല ഇങ്ങനെ ഒരു ഉറക്കത്തിന്റെ ഒരു മൂഡിലേക്ക് കൊണ്ടുപോയി. ഉറങ്ങിയില്ലേ? ഉറങ്ങി ഞാൻ കുറേ നേരം ഉറങ്ങിയിട്ടാ പോകുന്നത് പോരെ. മതി. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോളെ. Thank you. ഓക്കെ അപ്പൊ ഇതിന്റെ കമന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനം കേൾക്കാം. ഓക്കെ ഓക്കെ Thank you. फूलरे पपी हरा नित मन तरसे नित मन प्यासा मधुरं जीवामृतबिन्दु हृदयं पाडुं लयसिन्धु വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിർഭര. സോ നമ്മുടെ സ്റ്റെപ്പ് അപ്പ് എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കണ്ടസ്റ്റന്റ് ആൻ ബെൻസൺ. ആൻഡ് ബെൻസൺ. बोल रे पपी हरा बोल रे पपी हरा नित मन तरसे नित मन प्यासा
ഒരു എഫേർട്ട് എടുത്തു എന്ന് തോന്നിപ്പിക്കാതെ ഇങ്ങനെ നിന്ന് പാടുന്ന ഒരാളാണ്. നന്നായിരുന്നു പാട്ട്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. എനിക്കറിയാം ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ, കണ്ടില്ലേ? അതെ, അവിടെ കിടന്ന് ഇങ്ങനെ. അപ്പൊ എന്തായാലും ഇതിന്റെ റിസൾട്ടും സംഭവങ്ങളൊന്നും നമുക്ക് പറയില്ല, നമുക്ക് ലാസ്റ്റ് ആണ് അറിയുള്ളൂ. ഓക്കെ, ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഇല്ല. വെരി ഗുഡ്. എന്താ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. സോ നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഓൺ സ്റ്റേജ് സൂര്യകിരൺ.
ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃതബിന്ദു സൂര്യ എന്തോ സൂര്യ ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര സാഡ് സോങ് ആയിരുന്നു, പക്ഷെ ഭയങ്കര രസമായിട്ട് പാടി. താങ്ക് യു ചേച്ചി. നമ്മളെങ്ങനെ അതെ, വിഷമിപ്പിച്ച് കരയിപ്പിച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനം അറിയാം. അതുവരെ ഓൾ ദി ബെസ്റ്റ്. അതെ, അതുവരെ വെയിറ്റ് ചെയ്യൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആദിമചൈതന്യ നാഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ രചനാ ചതുരൻ ചതുർമുഖനുണർന്നു. പാടി ഓർഡറിൽ പറയുകയാണെങ്കിൽ ശിവാനി ഹാസ് സ്കോർഡ് ഔട്ട് ഓഫ് 30. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിറപറ. സോ നമ്മുടെ സ്റ്റെപ്പ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഫൈനൽ കണ്ടസ്റ്റന്റിനെ വിളിക്കാം. ക്രിസ്റ്റി. ക്രിസ്റ്റി. സംഗീതമേ അമരസല്ലാപമേ സംഗീതമേ അമരസല്ലാപമേ മണ്ണിനു വിണ്ണിന്റെ വരദാനമേ വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ സംഗീതമേ അമരസല്ലാപമേ. ആദിമചൈതന്യ നാഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ ആദിമചൈതന്യ നാഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ രചനാ ചതുരൻ ചതുർമുഖനുണർന്നു. രചനാ ചതുരൻ ചതുർമുഖനുണർന്നു. സർഗം തുടർന്നു കലയിലൊരു സ്വർഗം വിടർന്നു മധുരമധു നിധിര സുമനളിനദള കഥനഹര മൃദുലതര ഹൃദയ സദനലെ തികയണിഞ്ഞ സംഗീതമേ അമരസല്ലാപമേ. ഓംകാരനാദത്തിൻ നിർവൃതി പുൽകിയ
സാനി ദപ ഗരി മഗരി സാനി പദനി സംഗീതമേ ഗരി മഗരി സനി ദ ഗമ പദനി സംഗീതമേ അമര സല്ലാപമേ ഋത്തിക സരി ഗ സരി നി ഗരി ഗരി സരി സനി രി സനി ദ പ ഗമ പദനി സാ പദമ പ സനി ഗരി ഗ സനി സാ ദ പ നി ദ സനി രി സാ ഗരി സ സനി സാ മഗരി സരി ഗ രി ഗ മഗരി നി ധനി ഗരി സനി ദ സനി ദ പ മ പനി ദ പ മ ഗ ഗ മ മ പ പ ദ ധനി രി സ സരി രി ഗ ഗ മ രി ഗ ഗരി രി സ സനി സരി സാ സാ സ സനി ദ ഗരി നി സനി ദ ധനി സനി ദ പ മ മ പനി ദ പ മ ഗ ഗ ഗ പനി ദ പ മ പ ധനി സരി ഗ സ രി സനി ഗരി സനി സ രി ധനി ധനി സനി ദ പ ദ ഗരി സ ഗരി സനി ദ രി സനി രി സ നി ദ പ സനി ദ സനി ദ പ മ ഗ മ പ ദ പ മ പ ധനി ദ പ ധനി സനി ഗ മ പ ദ ഗ മ പ ദ പ മ പ ധനി മ പ ധനി സ പ ധനി സ പ ദ നി സ രി ഗരി സനി സ രി സനി ധനി സനി ദ പ ദ പ ധനി സ പ ധനി സ രി നി സ രി ഗ ഗരി സനി ധ രി സനി ദ പ ഗ മ പ ധനി സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ സോ നമ്മൾ ഇന്നത്തെ പാടിയതിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് മുന്നോട്ട് പോണത്. സൂര്യകിരൺ ഹാസ് സ്കോർഡ് പാട്ട് പഠിക്കണ്ടല്ലേ? യെസ്, അത് വളരെ എവിടുന്നാണ്. കാണാനുണ്ടായിരുന്നു, നന്നായി പാടി. അതെ, ഒന്നാമത് ഭയങ്കര ടഫ് സോങ്, വെരി ടഫ്. വെരി വെരി ടഫ് സോങ്. സോ എന്തായാലും ഇത്തരത്തിലൊരു പാട്ട് കൊണ്ടുവന്നതിനും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു പാട്ട് കൊണ്ടുവന്നതിനും അത് അറ്റംപ്റ്റ് ചെയ്തതിനും എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കണ്ടസ്റ്റൻസിനെയൊക്കെ വിളിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ സെഗ്മെന്റിലേക്ക് കടക്കാം. സോ വരൂ. സോ നാലുപേരുടെയും അതെ പാട്ടൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചോദിക്കാം ജഡ്ജസിന്റെ അടുത്ത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് സുജാത ചേച്ചി. നിങ്ങൾ 4 പേരും നല്ലോണം തന്നെ പാടി. ഇതിൽ ഓരോ ആൾക്കാർക്കും ഓരോ കഴിവുണ്ട്. ആക്ച്വലി ഓരോ ആൾക്കാർക്കും ഓരോ സ്ട്രെങ്ത് ആണ്. ഈ 4ഉം ഡിഫറെൻറ്റ് സ്ട്രെങ്ത് ഉള്ള സിംഗേഴ്സാണ്. അതാണ് അതിൻ്റെ രസം. അപ്പോൾ അവരുടെ ആ ഏരിയയിൽ എക്സൽ ചെയ്യാൻ പറ്റിയ പിള്ളേരാണ്. പക്ഷേ നമ്മുടെ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിൽ എല്ലാ വെറൈറ്റിയും പാടേണ്ടത് കൊണ്ടാണ് അവരിങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ചിലർ അത്ര നല്ലോണം നമ്മൾ വിചാരിച്ചത്ര പാടിയിട്ടില്ല. അപ്പോൾ ആ മാർക്ക് അതിനനുസരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ചിലർ നല്ലോണം പാടുകയും ചെയ്തു. അതനുസരിച്ച് മാർക്ക്. ഓക്കെ, ശരി. വിജയ് ചേട്ടാ, ഐ തിങ്ക് 4 പേരും സെലക്ട് ചെയ്ത സോങ്സ് ഒട്ടും സിമ്പിളായിട്ടുള്ള സോങ്സേ അല്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഐ തിങ്ക് അതിന് വി ഷുഡ് ഗിവ് ദം kudos to that, for give a round of applause for that effort. And ഇങ്ങനത്തെ ഒരു പോസിബിൾ സ്റ്റെപ്പ് അപ്പ് റൗണ്ടിൽ ആ റിസ്ക് എടുത്തതിനും അവർക്കൊരു എന്താണ് നമ്മളൊരു നല്ലൊരു എൻകറേജ്മെൻ്റ് ആണ്. ഇറ്റ്സ് ഗുഡ് ദാറ്റ് ദേ ഡൂയിങ് ദാറ്റ്. ഓഫ് കോഴ്സ് അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ദ റിസ്ക് ഓഫ് മിസ്റ്റേക്സ് ഇസ് ഓൾസോ ഹൈ. അപ്പോൾ അത് ഐ തിങ്ക് ഓരോ സിംഗേഴ്സ് ഈ 4 പേരിൽ അവർക്ക് തന്നെ അറിയാം അവരെന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് ഓരോ പാട്ടിൽ. So I think that's going to show in the marks. As simple as that. അത്രേ ഉള്ളൂ. ഇറ്റ്സ് ഫൈൻ. നിങ്ങൾ 4 പേരും നന്നായിട്ട് തന്നെ പാടി. കുറച്ച് അവിടെ ഇവിടെയൊക്കെ 4 പേരിലും ഓരോരോ പാട്ടിനനുസരിച്ചുള്ള അവരുടെ കേപ്പബിലിറ്റി വെച്ച് നോക്കുമ്പോൾ സം പീപ്പിൾ കുഡ് ഹവ് ഡൺ ബെറ്റർ. സുജാ ചേച്ചി പറഞ്ഞാൽ. സോ ഇറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ജസ്റ്റ് ലേണിംഗ് സ്റ്റെപ്പ്. സോ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ, നല്ല കഴിവുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള 4 പേരാണ് ഇവിടെ നിൽക്കുന്നത്.
അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റഫ് അവർ പാടും ചെയ്തു. പിന്നെ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ബേസിക് ടാലൻറ്റ് നോക്കും, ഇന്നത്തെ പെർഫോമൻസ് നോക്കും, എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. എത്ര ദൂരം പോവും എന്നുള്ളതെല്ലാം ഒരു, പക്ഷെ മുൻതൂക്കം കൊടുക്കുന്നത് ഹൗ ദേ പെർഫോം ടുഡേ. പക്ഷേ ഐ ഹാവ് ടു സേ, നിങ്ങളുടെ കഴിവിനെ ഞങ്ങൾ കമ്പയർ ചെയ്യാൻ ആരുമല്ല. വി ആർ നോട്ട്, ബട്ട് വി ജസ്റ്റ് ഹാവ് ടു ഡു ദിസ് ജോബ് ബിക്കോസ് വി ആർ ജഡ്ജസ്. ഓക്കെ, സോ ബട്ട് എവ്രി വൺ പെർഫോം റിയലി വെൽ. 4 പേരും നന്നായിട്ട് നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ചെയ്തു. വി ആർ സോ ഹാപ്പി ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ നമ്മളൊരു എന്താ പറയുക എഗെയിൻ ക്രൂഷ്യൽ പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ഒട്ടും വൈകിക്കാനോ സസ്പെൻസ് ടെൻഷൻ അടിക്കാനൊന്നും വയ്യ. വിൽ ഡു വൺ തിങ്, വിൽ ഇൻവൈറ്റ് അവർ ജഡ്ജസ് ഓൺ ടു ദ സ്റ്റേജ്. യെസ്. So we have our 4 contestants, judges. So okay, എങ്ങനെയാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മൾ 4 പേരുടെയും സ്കോർ നമ്മൾ ഇന്നത്തെ പെർഫോമൻസ് എന്നുള്ള സ്കോർ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഓക്കെ, അതിവിടെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, സുജാ ചേച്ചിയും സ്റ്റീഫനും 2 പേരും നമ്മൾ 3 പേരും ആലോചിച്ചിട്ട് ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചെന്ന് വെച്ചാൽ, നമ്മൾ ആക്ച്വലി അവർ നന്നായിട്ട് പെർഫോം ചെയ്തു ശരിക്കും പറഞ്ഞു. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 8 കുറയാൻ അത്രയും വളരെ ബുദ്ധിമുട്ടായിരുന്നത്. പക്ഷേ ഇന്ന് വി ഹാഡ് ടു ബി ലിറ്റിൽ മോർ സ്ട്രിക്റ്റ്. പക്ഷെ എന്നാൽ സ്റ്റിൽ ഇഫ് ദേ ഹാഡ് ഡൺ മിസ്റ്റേക്ക് ഫ്രീ എന്നുള്ളൊരു സംഭവം, പക്ഷേ കുറേ മിസ്റ്റേക്സ് ഉള്ള പെർഫോമൻസസ് ഉണ്ടായിരുന്നു എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ വി ഹാഡ് ടു ബി, ആ സ്കോർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ ടോട്ടലായിട്ട് വരുന്നത്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പറയുന്നില്ല, അവിടെ നമ്മൾ കാണിക്കുന്ന പോലെ ഈച്ച് സ്കോറായിട്ട് നമ്മൾ പറയുന്നില്ല, ഒരു ടോട്ടൽ സ്കോർ ഒരാൾക്ക് എത്ര ഇട്ടു എന്നുള്ളതാണ് പറയണത്. സോ നമ്മൾ ഇന്നത്തെ പാടിയതിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്, നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. പ്രീവിയസ് സ്കോർ എവറിത്തിങ് ഇസ് done. It's not going to be counted into this. So are you guys ready? Yes, we are ready. Yes. And so we'll start with 4 പേരിൽ we'll be stepping up 2 out of 2. 4. Okay, fine. Okay, so അതിൽ 2 പേര് സ്റ്റെപ്പ് അപ്പിൽ പോവും. okay, 2 പേര് സ്വീറ്റ് ഫേവർ. അതെ, and വേറെ 2 പേർക്ക് സ്വീറ്റ് ഫേവർ നമ്മുടെ ഫെയർവെൽ ടീമിലും ഉണ്ടാവും. Okay, ready? So yes, അപ്പോൾ ഇനി ഒട്ടും വൈകാതെ let's hear this out. ആരൊക്കെയാണ് എന്ന് അറിയാം. So now we will start with പാടി ഓർഡറിൽ പറയുകയാണെങ്കിൽ ശിവാനി has scored out of 30 24 on 30. 24 ശിവാനി. And Benson has scored out of 30 22 on 30. And Benson. Suryakiran has scored out of 30 18.5. 18.5 on 30. Suryakiran. And Christy out of 30 20 out of 30. Christy. So with that, the 2 step-ups are the 2 ladies over here, Shivani and Ann Benson. Shivani and Ann Benson. Congratulations. Congrats to both of you. And Surya, Christy. They're having a sweet farewell. അതെ. അപ്പോൾ നമ്മുടെ ചെക്കന്മാരാണ് ഇന്ന് നമുക്കൊരു ചെറിയൊരു ഫേവൽ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ആണുങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. Correct. അതെ, ആക്ച്വലി ഋതുവും കുട്ടികൾ പ്ലീസ്. ശ്രീനന്ദും അമൽ റോയും മാത്രമേ ഉള്ളൂ ഇനി ബാക്കി ആണുങ്ങളുടെ എണ്ണത്തിൽ. സോ പക്ഷേ ഐ തിങ്ക് 2 പേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെതും കൂടെയും പറഞ്ഞിട്ട്, ഐ മീൻ എൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് വെരി ടാലൻറ്റഡ് 2 പേരും. 2 പേർക്കും ഇനിയും കുറേ പഠിക്കാനുണ്ട്. ഇന്ന് സൂര്യയുടെ ഇത് യു സെലക്റ്റഡ് എ വെരി ഡിഫിക്കൽട്ട് സോങ്. അത് ഒരു വളരെ ഈസി സോങ് അല്ല. അതിൽ പക്ഷേ കുറേ സംഗതികളും ഈ പറഞ്ഞ ഒരു ക്ലാസിക്കൽ പഠിച്ചിട്ടുള്ളൊരു ആൾക്ക് പാടാൻ പറ്റുന്ന കുറേ ഇതുണ്ട്. പക്ഷെ അതൊക്കെ കറക്റ്റായിട്ട് വീണില്ല. ദാറ്റ്സ് ഓക്കെ. ഇന്ന് മാത്രമേ ഉള്ളത്. അത് എല്ലാ ദിവസവും അങ്ങനെയല്ല എല്ലാവർക്കും. ഓക്കെ, സോ അതുകൊണ്ട് അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമല്ല.
യു ഹവ് ലേൺ സോ മച്ച്. ഇത്രയും കാലം നമ്മൾ ഈ സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ വന്നത് വരെ കുറേ പഠിച്ചില്ലേ ഇല്ലേ? മൈക്കിൽ പറയും. അപ്പോൾ അതുകൊണ്ട് ടേക്ക് ദാറ്റ് എക്സ്പീരിയൻസ് വിത്ത് യു, ഗോ ഫോർവേഡ്. യാ, ഇനിയും കുറേ നല്ല നല്ല പാട്ടുകൾ കേൾക്കുക. സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോങ്സ് കേൾക്കുക. ആൻഡ് കർണാട്ടിക് മ്യൂസിക് വിടരുത്, ബിക്കോസ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വേഴ്സറ്റൈൽ മ്യൂസിക് ഇൻ ദിസ് വേൾഡ്. സോ അത് ഒരിക്കലും വിടേണ്ട കാര്യമില്ല. അതിൽ നിനക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ലെവലിൽ എത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. ഓക്കെ. അതേപോലെ ക്രിസ്റ്റി, നീ ഒരു ഓൾറൗണ്ടറാണ്, ഒരു കൊമീഡിയൻ, ഒരു കോമഡി എന്താണ് കോമിക് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നല്ല അസലാണ്. പക്ഷേ അതിന് മാത്രമല്ല നിൻ്റെ ശബ്ദത്തിന് ഒരു നല്ലൊരു പെക്യുലിയറാലിറ്റി ഉണ്ട്. സോ ഈവൻ ടുഡേ നിനക്ക് നിൻ്റെ ജോൺറയിലേ അല്ലാത്തൊരു സോങ് എടുത്താണ് പാടിയത്. ആൻഡ് ശരിക്കും നന്നായിട്ട് പാടി, നീ നന്നായിട്ട് പാടി. പക്ഷേ എത്തിയില്ല, ചില സ്ഥലത്ത് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു ആൻഡ് യു സ്ലിപ്റ്റ്. പക്ഷെ എന്നാലും ഫോർ യുവർ എഫേർട്ട് അങ്ങനത്തെ ഒരു പാട്ടെടുത്ത് ഇവിടെ, അതും ഇങ്ങനത്തെ ഒരു ഡേഞ്ചറസ് ഒരു റൗണ്ടിൽ അങ്ങനത്തെ ഒരു പാട്ടെടുത്ത് വന്നതിന് നിൻ്റെ ധൈര്യത്തിന്, ആൻഡ് നിന്നെ ആ സോങ് ആരാ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ ധൈര്യത്തിനും ഒരു വലിയ കൈയടി കൊടുക്കണം തീർച്ചയായിട്ടും. സോ കുറേ ആ ഒരു ചിരിയും നിൻ്റെ ആ കോമഡിയും ഒക്കെ എപ്പോഴും സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. കീപ് സ്റ്റേ ഹാപ്പി ഓൾ ദ ടൈം ആൻഡ് കീപ് ലേണിംഗ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. യാ, ഫേവൽ, സ്വീറ്റ് ഫേവൽ പോയ 2 പേര്, സൂര്യകിരൺ, ക്രിസ്റ്റി. സൂര്യകിരൺ ഞാൻ പറഞ്ഞ നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ടാലൻറ്റഡ് ആണ്, അമേസിങ് ടാലൻറ്റ്, ഇമ്മൻസ് ടാലൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻ എ ജോൺറെ. അപ്പോൾ സാധാരണ പാട്ടുകൾ എടുക്കുമ്പോൾ മലയാളം പാട്ടുകളുടെ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ലൈറ്റ് ഇറ്റ് ഹാസ് ടു ബി ലൈറ്റ്. ലൈറ്റ് ആണെങ്കിൽ അത് ലൈറ്റായിട്ട് പെർഫോം ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നിൻ്റെ എക്സ്പീരിയൻസിൽ നിനക്ക് മനസ്സിലാവും. നീ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാവരും ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ട് പോലുമില്ല. സമയം കിടക്കുകയാണ്, ഇഷ്ടംമാതിരി നിങ്ങൾക്ക് സമയമുണ്ട്. യു ക്യാൻ ട്രെയിൻ യുവർ സെൽഫ്. നിങ്ങളുടെ ട്രെയിനർമാരെ വെച്ച് പഠിച്ച് ഇതെന്താണ് അതെന്താണ്. ഞാനും ഇപ്പോഴും നമ്മളൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഓരോ ഷോ കഴിയുമ്പോഴല്ല ഒരു പാട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് വാ ഇതിങ്ങനെയായിരുന്നു അല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് കരസ്ഥമാക്കുക. നിനക്കൊക്കെ ദൈവം ഇഷ്ടംമാതിരി സമയം തന്നിട്ട് ഈ ഒരു ഏജിൽ നിനക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമും കിട്ടി. യു ഹാവ് അച്ചീവ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക, പല ജോൺറയും നോക്കുക. നിനക്ക് ഇന്നലത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നിൻ്റെ കോമഡി പെർഫോം ചെയ്ത് വി വാസ് സോ ഹാപ്പി അബൌട്ട് യു. നല്ല, പക്ഷേ അറിയാതെ ഡേഞ്ചർ സോണിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ അന്നത്തെ നമ്മളൊന്ന് എന്തായാലും നോക്കും. ഞാൻ പറഞ്ഞില്ല, 2 കാര്യം നമ്മൾ മുൻതൂക്കം കൊടുക്കുന്ന അന്നത്തെ പെർഫോമൻസിന്. നീ സംഗീതമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കനം കൂടിയ പാട്ട് എടുക്കും. ചിലപ്പോൾ ആ കനത്തിൽ നമുക്ക് ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റില്ല നിൻ്റെ. അത് യു ഹാവ് ടു ബി ട്രെയിൻഡ് മോർ. സത്യം പറഞ്ഞാൽ ഞാൻ പോലും ആ പാട്ട് സ്റ്റേജിൽ ഇതുവരെ ഞാൻ പാടിയിട്ടില്ല. വേറൊന്നും കണ്ടല്ല, ഒരാള് എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരാൾ ഭയങ്കരമായിട്ട് പാടി വെച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ലെവലിൽ എത്തുന്ന വരെ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ള വരെ ഞാൻ ഇപ്പോഴും പ്രമദവനം തൂപ്പടിയിലൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. നീ അത് റിസ്ക് എടുത്ത് യു ടേക്കൺ എ റിസ്ക്. ആ റിസ്ക് ജീവിതത്തിൽ എടുക്കണം. ചിലപ്പോൾ മെനി ടൈം യു ഫെയിൽ ബട്ട് വൺ ടൈം യു വിൻ. യു വിൽ മേക്ക് സംതിങ് ഹ്യൂജ്. ഓക്കെ. ഇനി 2 പേരെടുത്തും എനിക്ക് പറയാനുള്ളത്, നല്ല ക്വാളിറ്റി ഉണ്ട്, ഫീലുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയത് നിൻ്റെ ഫീലിലാണ് നീ ഇന്ന് രക്ഷപ്പെട്ടത്. സത്യം പറഞ്ഞാൽ അമേസിംഗ്ലി യു ഹാവ് സോ മച്ച് ഓഫ് ഫീൽ. പിന്നെ നാച്ചുറൽ നിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിൻ്റെ തൊണ്ടയ്ക്ക് വയ്യ. അപ്പോൾ നാച്ചുറലാണ്, നിനക്കൊന്നും ചെയ്യാം. യു ആർ ഹെൽപ്ലെസ്. സോ ദർ ഇസ് എ ചാൻസ് ഫോർ യു. അമേസിങ് ക്വാളിറ്റി ഓഫ് സിംഗിങ് ആൻഡ് ടെക്നിക്കാലിറ്റീസ്. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യണം പാടുമ്പോൾ. അപ്പോൾ God has given you one more chance. Take it ahead. Okay? Otherwise, we all love you so much. You are all in the same category. Thank you so much. സുജാത ചേച്ചി, ക്രിസ്റ്റി ഇന്ന് സ്വീറ്റ് ഫെയർവെൽ പറയുന്ന ഈ ദിവസം ക്രിസ്റ്റിക്ക് അഭിമാനകരമായിട്ട് ഇറങ്ങാം. കാരണം ക്രിസ്റ്റിയുടെ ഇതൊന്നും മേലെയുള്ളൊരു പാട്ട് ചൂസ് ചെയ്ത് ഒരുവിധമൊക്കെ അസലായി പാടി, നല്ലോണം പാടി. കുറച്ച് തെറ്റുകൾ വന്നു. അപ്പം നമ്മൾ ആ തെറ്റുകളാണ് ഞങ്ങൾ ഇത്തവണ അന്ന് നോക്കിയിട്ടല്ലേ നിങ്ങളെ വ്യത്യാസങ്ങൾ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം മോനി ഈ പാട്ട് പാടുമ്പോൾ ഇനിയും കോൺഫിഡൻസ് ആയിരിക്കും. ഇപ്പം കോൺഫിഡൻസ് കയറി കാണും. അപ്പോൾ അതിൽ ക്രിസ്റ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു ശരിക്കും. കാരണം എനിക്ക് വലിയ ഇഷ്ടമുള്ള സിംഗറാണ് ക്രിസ്റ്റി. കുറച്ച് ശ്രുതിയൊക്കെ ശ്രുതി പ്രാക്ടീസ് ഒക്കെ കുറച്ചും കൂടെ ചെയ്യണം. മോൻ നല്ല പാട്ടുകാരനാവും. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ വരുമല്ലോ. ഞങ്ങൾ നിൻ്റെ കളികളും നിൻ്റെ ഇതും വളരെയധികം മിസ് ചെയ്യും ഇവിടെ. പിന്നെ മോൻ്റെ സൂര്യയും എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടുകാരനാണ്. സൂര്യയുടെ സ്ട്രെങ്ത്ത് കർണാട്ടിക് തന്നെയാണ്.
ഇപ്പം എന്നെ കൊണ്ട് ഒരു രാഗരത്നം എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷനിൽ, കർണാട്ടിക് പാടുന്ന കോമ്പറ്റീഷനിൽ കൊണ്ടിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലത്തെയാണ് മോൻ ഇവിടെ ഫേസ് ചെയ്യണേ. നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ മോൻ അതൊക്കെ അൺലേൺ ചെയ്യാൻ ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്യണം. ലൈറ്റ് മ്യൂസിക് പാടണമെങ്കിൽ നമ്മൾ അവിടെ പഠിച്ചത് അത് മോൻ്റെ എഫേർട്ട് എത്ര ഇട്ടു ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതാണ് ഇനി ഇത് ലൈറ്റ് മ്യൂസിക് മോന് പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളെല്ലാവരും പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പഠിക്കുക. അല്ലെങ്കിൽ മോൻ്റെ സ്ട്രെങ്ത് കർണാട്ടിക്, അതിൽ തന്നെ മുന്നോട്ട് പോവുക. അത് കർണാട്ടിക് പോലത്തെ അത്രയും നമുക്ക് ജീവിതത്തിൽ എത്ര വയസ്സ് വരെയും പാടാം. ലൈറ്റ് മ്യൂസിക്കൊക്കെ വയസ്സ് ലിമിറ്റ് ഉണ്ട്. കർണാട്ടിക് എന്ന് പറഞ്ഞ സാധനം അത് പാടിയാൽ കിട്ടുന്ന സന്തോഷം വേറെയാണ്. അത് അത്ര ക്രിയേറ്റീവാണ് മോൻ. അതിൽ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഫ്യൂഷൻ അങ്ങനെയൊക്കെ പലതും ചെയ്യാം. ഇയാൾക്ക് കളിക്കാൻ കിടന്നു, അത്രയും വിവരമുള്ള പയ്യനാണ്. അതെ. പിന്നെ ഈ 2 പിള്ളേർ മോളുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശിവാനി പാടിയത് വോയിസ് ക്രാക്ക് ഉണ്ടായിരുന്നു, കുറച്ച് അങ്ങിങ്ങൊക്കെ പോയി. പക്ഷേ ഞാൻ കണ്ണും അടച്ച് കേട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാടിയത് ശിവാനി. ഞാൻ ഏറ്റവും ടോപ്പ് മാർക്ക് കൊടുത്ത ശിവാനിക്കാണ്. മോള് പാടിയത് അസ്ലായി പാടി. ടെക്നിക്കലി വെരി പെർഫെക്റ്റ്, എല്ലാ സംഗതിയൊക്കെ പെർഫെക്റ്റാണ്. പക്ഷേ ഇനിയും വീണ്ടും ഞാൻ പറയുന്നു, മോള് ആ ഒരു ഇവിടെ വെച്ചാണ് മോള് പാടുന്നത് ബോലേരേ പപ്പി, അതൊന്ന് ചാടണം. അതിന്ന് ഇനി നമ്മൾ റൗണ്ട്സ് ടൈറ്റ് ആവുകയാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ആ പാട്ട് പഠിച്ച് പാടുന്നതിന് പകരം ആ പാട്ടിലേക്ക്, ആ പാട്ടിൻ്റെ ഭാവത്തിലേക്ക് മലർക്കൊടി പോലെ മോള് നല്ലോണം പാടി. അപ്പോൾ അങ്ങനെ ആ ഭാവത്തിലേക്ക് കയറാൻ ഇനി വെറുതെ ഇങ്ങനെ മോള് നിന്ന് പാടുമ്പോൾ ഇങ്ങനെ മെല്ലെ എങ്ങനെയാണ് നിന്ന് വെറുതെ ഇങ്ങനെ ഇവിടെ വെച്ചാണ് പാടുന്നത്. അതല്ലാതെ ഇവിടുന്ന് നമ്മുടെ ഹാർട്ടിലേക്ക് കയറണം, കേൾക്കണം അവരുടെ. അങ്ങനെ തെറ്റിയാലും സാരില്ല, സംഗതികൾ തെറ്റിയാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ അത് കാരണം അത് മോള് ചെയ്യണം, മോൾക്ക് പറ്റും. ഓക്കെ. സോ നമ്മുടെ ഫൈനൽ ജഡ്ജ്മെന്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും നമ്മുടെ സ്വീറ്റ് ഫെയർവെൽ നമുക്കൊരു നല്ലൊരു ഗിഫ്റ്റിന്റെ രൂപത്തിൽ തന്നെ കൊടുത്ത് നമുക്ക് ഇവിടെ നിന്ന് തൽക്കാലം ഫെയർവെൽ ചെയ്യാം. Okay, so thank you so much എല്ലാവർക്കും and congratulations Shivani and Ann Benson once again. So നമുക്ക് നമ്മുടെ എല്ലാ കണ്ടസ്റ്റന്റ്സിനെയും നമ്മുടെ ഫെയർവെൽ ടീമിനൊക്കെ വിളിക്കാം. All contestants on stage. So like we see, നമ്മുടെ competition is getting tougher and tougher. So അങ്ങനെ നമ്മുടെ 11 കണ്ടസ്റ്റന്റ്സുമായി we are starting our step up process. Ready അല്ലേ എല്ലാവരും? Yes. Energy എല്ലാവരും? Yes, ready. Okay. So ഇന്ന് ഈ സൗബർഗ്, ഹെന്നിസ, കൃഷ്ണ, അഭിരാമിയുടെ ഒപ്പം സൂര്യയും ക്രിസ്റ്റിയും ജോയിൻ ചെയ്യണ സന്തോഷത്തോടെ മറ്റവരേക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് വിഷസ് അറിയിച്ചുണ്ട് അല്ലേ? ഒരു ബെസ്റ്റ് വിഷസ് പറയും. ബെസ്റ്റ് വിഷസ്. അതാണ്. Yes. Very good. So സ്പിരിറ്റോട് കൂടി we are moving on to a step up process on Superstar Junior. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.